ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനുള്ള കൂട്ടാണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കുറച്ച് സോയാബീൻ ബാക്കിയുണ്ടേനി, അപ്പോൾ അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോൽക്ക് നമുക്ക് കൂട്ടാണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാനത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇനി മക്കൾക്ക് ചൂടുവെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ അകത്തത്തെ പണികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിച്ച് കണ്ടി എല്ലാം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ കരിവേപ്പിൻ്റെ തൈയിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ ഇലകൾ കേടുന്നതും കുറച്ചൊക്കെ തണ്ടൊക്കെ പറിച്ചിടാനൊക്കെ ഉണ്ട്. ഞാൻ വേഗം ചെന്നിട്ട് ഒന്നോ രണ്ടോ ഇല്ലയായിട്ട് പറിച്ചുകൊണ്ട് പോകലാണ് കേട്ടോ. കാരണം ഒരു തണ്ടൊന്നായിട്ട് ഒടിച്ച് കാണി നമുക്കൊരു ദിവസത്തിന് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ കുറേ തണ്ടൊക്കെ ഒടിച്ച് കളയണ്ടേനി. ലെവൻ എന്നെക്കാളും നീളം വെച്ചിക്കണ്. അപ്പം ഇനി കൂടുതൽ വളർത്തലില്ല, ഞാൻ വല്ല ഇങ്ങനെ വെട്ടി കൊടുക്കലാണ് കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ട് മുറിച്ചിട്ടൊന്നുമില്ല. വേണ്ടാത്ത കുറച്ച് തണ്ടുകളൊക്കെ കേടുന്നതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിരിക്കണം കേട്ടോ. ആ സമയത്താണ് ഇവിടെ കുറച്ച് പുല്ലില്ലത്. എന്നാൽ പിന്നെ കുറച്ച് പുല്ലും കൂടിയാണ് പറിച്ചാന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഒരു പണി എടുക്കുമ്പോൾ അപ്പം അതിന് അനുബന്ധിച്ച് എന്തെങ്കിലും പണികൾ ഇങ്ങനെ കാണും. അപ്പം പിന്നെ നമുക്ക് അകത്ത് കയറാനേ തോന്നൂല. അപ്പം എവിടെ ഉണ്ടായി കുറച്ച് പുല്ലുകൾ ഒന്ന് പറിച്ചു. കണ്ടങ്ങൾ ചെമ്പരത്തിയൊക്കെ ഉണ്ടാകുന്നത് ആ തറിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വല്ല കാര്യമുണ്ടോ? കാര്യത്തിൽ കുഴിച്ചിട്ടൊക്കെയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മുളച്ച് പൊന്താത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ സെനിമോൻ ഉണർന്നതിന് ശേഷം വേഗം ഞാൻ അകത്ത് കയറിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പായൊക്കെ മടക്കിയേക്കട്ടെ, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ നല്ല പണി ഉണ്ടാക്കി തരുവാന്. പിന്നെ അജുനി മോള് മദ്രസ്ക്കൊക്കെ പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. നമ്മൾ പുല്ലർച്ചലൊക്കെ ആയിട്ട് പുറത്ത് തിരക്കില്ലേനിയോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ കയറിയിരുന്നു കേട്ടോ. നമ്മുടെ സോയാബീന് കുറച്ച് സമയം ആയിനല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പിഴിഞ്ഞെടുത്ത് അതിക്ക് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മാത്രമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. അതിൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചതച്ചതൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ജനമോന് ഇതാ മുട്ടത്തി തെരഞ്ഞു വന്നിക്കണം കേട്ടോ കാണായിട്ട്. ആൾക്ക് വലിയൊരു ഇതൊന്നുമില്ല, ക്ഷീണം നല്ലോണം ഉണ്ട്. പിന്നെ കഫക്കെട്ട് കണ്ട് പെട്ടെന്നൊന്ന് കുറഞ്ഞിട്ടും ഇല്ല കേട്ടോ. കഫക്കെട്ട് നല്ലോണം വലിവുണ്ടോന്. അങ്ങനെ ഞാൻ കൂട്ടാണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അയക്കാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ചെയ്തിരുന്നതേ ഓയിൽ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നായിട്ട് മുക്കി ഇങ്ങോട്ട് പൊരിച്ചെടുക്കും കേട്ടോ. പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ഓയിൽ മുഴുവനും അതങ്ങോട്ട് കുടിച്ചുവേ. പക്ഷെ ഇപ്പം ഞാനങ്ങനെ ചെയ്യലില്ല. ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ചട്ടി ചെറുതായിട്ട് അതിൽ നല്ലോണം കരിയുന്നുണ്ടേനി. പിന്നെ ഇതാവുമ്പോൾ കട്ടിയുള്ള ചട്ടിയാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കരിയില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു പൊരിച്ച മാതിരി ഒലിക്കാൻ തോന്നും ചെയ്യും. ഇതും കൂട്ടി എങ്ങനെയോ ഒരു ചോറുന്നലെന്നാവോ. പിന്നെ ഒലിക്ക് സ്കൂളിൽ നിന്ന് കറിയും ഒരു ഉപ്പേരിയും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു സൈഡിലൊരു സൈഡ് ഡിഷായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. എന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, എന്നും ഞാനായിട്ട് കൊടുക്കലുമില്ല കേട്ടോ. ഉണ്ടാവണമെന്ന് ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലുമൊക്കെ ഉള്ളതെന്ന്. പിന്നെ എന്നും ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കലുമില്ല കേട്ടോ. അപ്പം നമ്മുടെ വെള്ളക്കുപ്പിയിലൊക്കെ വെള്ളം കുറച്ചധികം ആക്കി കൊടുത്തതാണ്. കാരണം നല്ല വെയിലാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ അധികം ഉൽക്ക് കുടിക്കാൻ വേണ്ടി വരും. അപ്പം ഇന്ന് പാലുള്ള ദിവസമാണ്. അപ്പോൾ ഗ്ലാസ്സും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പാലും പാത്രവും ഗ്ലാസ്സും കൂട്ടാൻ പാത്രവും ഒക്കെ മിക്കവാറും ചില ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. എന്നിട്ട് വന്നിട്ട് പരാതി പറയും, ഇന്ന് നിയമോളതാണല്ലോ എനിക്ക് തന്നത്, ഇന്ന് കാക്കൂൻ്റെ പാത്രമാണല്ലോ എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും വന്ന് പരാതിയൊക്കെ പറയും. അജുവിൻ്റെ കൂട്ടാൻ പാത്രം വലുത്, നിയമോളെ കൂട്ടാൻ പാത്രം ചെറുത്. പക്ഷേ ചോറും പ്ലേറ്റ് നിയമോളത് വലുത്, അജുവിൻ്റെ ചെറുത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം ഞാൻ ഓലതൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ പായി ഞാൻ പറഞ്ഞില്ലേ ജനിമോന് എനിക്ക് പണി തരും, അങ്ങനെ പണി തന്നീന്നു. അപ്പം ഞാൻ ഒരു പായിലേ ആയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ 2 പായും കഴുകി അവിടെ കൊണ്ടുപോയിട്ടാണ്. അപ്പോഴാണ് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കണം കേട്ടോ. അപ്പം ഒരു തോരടാൻ പോകാനും കൂടി ഉള്ള തെലമ്പില്ല, അതിന് മാത്രം ഇവിടെ കാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് നേരം അതിന് നിൽക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുട്ടിനെ എടുത്ത് കുട്ടിയെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ ആ 10 തന്നെ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് പിന്നെ മക്കള് മദ്രസ വിടുന്ന സമയമൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തി വെച്ചു. അതുപോലെ സ്കൂൾക്ക് പറഞ്ഞേക്കണമല്ലോ. ആദ്യം കുറച്ച് കത്തി കൊണ്ട് പയറ്റി വെക്കും. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് കൈക്കോട്ടുകൊണ്ട് പയറ്റി വെക്കാം. അപ്പോൾ കൈക്കോട്ടുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെത്തിക്കോരി ഇതാക്കിയിരിക്കണം കേട്ടോ. പറിച്ച് കളയണതാണ് നല്ലത്, പക്ഷെ പറിച്ചാലൊന്നും നേരമല്ല സംഗതി. എത്ര നേരം വേണമല്ലോ. അങ്ങനെ എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കണേ ഞാൻ നിർത്തിയിരിക്കണേ. ഇനി നമുക്ക് കുഞ്ഞുട്ടിക്ക് ഒരു 10 മിനിറ്റ് കൂടി കൊടുക്കാം. ബാക്കി കുഞ്ഞുട്ടി ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിർത്തി പോകുന്നു കേട്ടോ. എവിടെ എനിക്ക് ആരും സലാനം കണ്ടില്ലേ? റുമ്മാനാണിത്. കണ്ടില്ലേ? ഹാർട്ട് ഉണ്ടായിട്ടേ. റുമ്മാനോ? റുമ്മാനല്ല, സോയാബീൻ. അപ്പോൾ ഓല് മദ്രസൊക്കെ വിട്ട് വന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ചായയൊക്കെ കുടിച്ച് ഇഞ്ഞോലെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾക്ക് കിടക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടി കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കണം. കാക്കും താത്ത സ്കൂളിൽ പോയാ? വാതിൻ്റെ ഉള്ളിൽ കൂടെ നൊഴിഞ്ഞ് കയറി പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാ. ജനു മടങ്ങി വരൂ മകനെ, മടങ്ങി വരൂ. ഹേയ് ഗുഡ് ബോയ്. ഒരാൾക്ക് സുഖമല്ലായിട്ട് കാര്യം പറ. എന്ത് ചെരുപ്പോ? ഇത് ഫാൻ മടക്കിച്ച. ഫാൻ്റെ അങ്ങനെയല്ല മടക്കിക്കുക. ചെനിക്കുട്ടാ അറിയില്ല പോന്നെ. യാടാ അത് കട്ടിയെടുക്കണേ. തെളിഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. കിട്ടണില്ലേ ജനുവിന് കിട്ടണില്ല. പിടിച്ചു തന്നോ? അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാനേ കുഞ്ഞുട്ടിനോട് ഒരു 10 മിനിറ്റ് കാട് വെട്ടാനെ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞുട്ടിയില്ല, കാട് വെട്ടലും ഇല്ല കേട്ടോ. അപ്പോഴത്തേന് ആള് പിന്നീക്കണ്. പപ്പേട്ടൻ പറഞ്ഞാല് ഇപ്പം ശരിയാക്കി തരാറൊരു പോക്കണ പോയതാ. കാട് വെട്ടണ യന്ത്ര ഒന്ന് ശരിക്കും കാണിച്ചില്ല, ഞാൻ കണ്ടില്ല. ഇതിലേക്ക് ശരിക്കും കാണിച്ചു. ഇത് സാധാ കത്തിയല്ലേ ഇനിയോ? കുളഞ്ചി മടക്കുക. രാഹുല എന്നിട്ട് കാട് എത്രയും പട്ടിയോ? കാട് വെട്ടണ പുതിയ യന്ത്രമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വെട്ട്. അടിയോടെ ഒന്നും ഇതാവൂലേ? ഇത് കുത്തു എടുത്ത് കണ്ട അതൊന്ന് നിർത്തി. ആയിമക്കാക്കില്ലേ? അവിടെ തന്നെ കുത്തുണ്ട്. ആക്കണ ആയന്നെ അത് കൊടുത്തന്നെ കുത്തി നിർത്തിയാൽ മതി.
ആ നടുക്ക് കൊടുത്താൽ മതി. ഇനി 2 പായിൻ്റെ നടുക്കുന്ന പിന്നെ കുറച്ചുകൂടി ഉയരം കിട്ടും പായ്ക്ക്. അവിടെ പോയിക്കോട്ടെ. രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴയ മാതിരി ആകും. എന്നാലും മറ്റേ തോരടാൻ ചെല്ലുമ്പോൾ ഒരു പേടിയാണ്. ജനുമോനൊക്കത്തിരുന്ന് വീക്ഷിച്ചാണല്ലോ. പോയി പഠിക്കൊക്കെ കൂടിക്കൊടുത്ത ജനു. എന്തിനാ ആളിപ്പോ വരാറിന് മിന്നിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇനിയിപ്പോ ഒന്ന് കാടായിട്ടുള്ളതൊക്കെ കണക്കേക്കാരെന്ന്. പക്ഷെ എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് എന്തൊക്കെയാ യന്ത്രമൊക്കെ ഉണ്ടാക്കി വന്നുകാണ്ട് മൂപ്പര് കാടൊക്കെ വെട്ടി തന്നിക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ അടിയോടൊന്നും വെട്ടിയൊന്നും തരൂല കേട്ടോ. എന്നാലും കൊറേയൊക്കെ ഒരു കണ്ണ് കാണാനുള്ളതായല്ലോ. അത് വിചാരിച്ച് ഞാനും തന്നെ അങ്ങനെയെന്ന് വിചാരിച്ചു. പിന്നെ പറിച്ചിടണം, അതാണ് നല്ലത്. പക്ഷേ പറിച്ചണമെങ്കിൽ എത്ര നേരം കുത്തിർന്ന് പറിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഇമ്മാരി മഴക്കാലല്ലേ, എങ്ങനെയായാലും വീണ്ടും പുല്ലുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ആ തോരയിടുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ചെത്തിത്തന്നാ മതി എന്നുള്ളതാണ്. മൂപ്പരയിലെ തൊടു ആകെ നടന്ന് വെട്ടി ശരിയാക്കി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചോറ് തീമിടണം. ചോറ് ഇതുവരെ തീമിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുഞ്ഞുട്ടിയോടെ പണി നിൽക്കുന്നിടത്തും കുറച്ച് നേരം തൊള്ളയും കാട്ടിയൊക്കെ നിന്ന് സമയം വൈകിയിരിക്കുന്നത്, വേഗം ചോറ് തീമിടട്ടെ. അപ്പൊ ഇന്ന് കുറച്ച് അരി ഇടുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടൊരു ചെറിയൊരു സൽക്കാരുണ്ട്. അപ്പൊ അതിന് പോകണം, വൈകുന്നേരത്താണ് കേട്ടോ. അപ്പൊ ഉച്ചക്കൊക്കെ മാത്രം മതിയല്ലോ. അപ്പൊ അങ്ങനെ ഇട്ടതാണ്. ഇതെന്താ അത് ആകെ പൂത്തിരി എത്തിച്ച മാതിരി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ? ഒരു കൊതുമ്പ് വെച്ചെടുത്തതാണ്. അതിന്റെ എഫക്റ്റാണ് ഇപ്പൊ കാണുന്നതൊക്കെ. അത് കച്ചിനോട് കൂടി നമ്മളെ തീയത്തിൽ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പൊ തെങ്ങിന്റെ ആ സാധനല്ലേ, ഇതാ ഈ തോണി പോലത്തെ സാധനം, അത് വെച്ചിട്ടാണ് ഇപ്പോലത്തെ കത്തി ആവണത് കേട്ടോ. അപ്പൊ ഇന്നും ഒന്ന് കുറച്ച് സ്ഥലത്തൊന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വന്നിക്കണേ കേട്ടോ. നമ്മളെ അകം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പൊട്ടുകളും അപ്പൊ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഞാൻ നിർത്തുകയാണ് കേട്ടോ. കാരണം കുഞ്ഞുട്ടിൻ്റെയൊക്കെ ഒന്ന് ചീത്തയും കിട്ടിയിരിക്കണ്. അതിൽ വലിയ കല്ലൊക്കെ വലിച്ചിട്ട്
അതിന്മേലൊന്നും പണി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലികം പരിപാടി നിർത്തി വെച്ചിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കുട്ടികൾ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പം നിയമോളും മറ്റു കൂടെയൊക്കെ കഴിഞ്ഞ് നിയമോള് ബാഗൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ന്യൂഡിൽസ് തിന്നുകയാണേ. അപ്പോൾ ന്യൂഡിൽസിൽ സോസൊക്കെ ഒഴിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതുണ്ടെന്ന്, ഒരു സൽക്കാരം ഉണ്ട് എന്നുള്ളത്. മൂത്തച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സൽക്കാരം. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഓലൊക്കെ കുളിപ്പിച്ച് ഒക്കെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയ ആ വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ വീട്ടുകാരൊന്നുമില്ലേ, ഓരോടത്തേക്ക് പോകലില്ലേ, ഇക്കാൻ്റെ വീട്ടിൽ പോയ വീഡിയോ ചെയ്യോ, തറവാട് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. തറവാട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ മൂന്ന് മുത്തച്ഛന്മാരുണ്ട്, ഒരളച്ചനുണ്ട്, 2 നാത്തൂമാരുണ്ട്, 7 മക്കളാണ് കേട്ടോ. അപ്പം 4ാമത്തെ ആൺകുട്ടീൻ്റെ മരുമോളാണ് ഞാൻ. അപ്പോൾ ഇത് മുത്തച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരും കൂടുമ്പോഴേ നമ്മൾ വർത്താനം കാര്യങ്ങളൊക്കെ ഈ വീഡിയോ എടുക്കണ ആ ഒരു വൈബൊക്കെ അങ്ങനെ മറക്കും. നമ്മൾ വേറൊരു വൈബിലാവും. എല്ലാവരും പാടെ കൂടുമ്പോൾ ആ ഒരു രസമാണല്ലോ, വർത്താനം കാര്യങ്ങളും കൂട്ടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇനി കേട്ടോ. അപ്പം അന്ന് വൈകുന്നേരത്തെ ഇനി ഫംഗ്ഷന്. അപ്പം രാത്രി പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഒരു ചെറിയ സൽക്കാരം, എല്ലാവരും കൂടിയിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്നാളിപ്പോൾ വാർപ്പിൻ്റെ അന്ന് എല്ലാവരും ഒന്ന് കൂടിയിട്ടോ. അതേപോലെ അതിൻ്റെ മുന്നേ വലിയ മുത്തച്ഛൻ്റെ വീട്ടിൽ അങ്ങനെ കൂടി. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയും ഒരു ചെറിയ സൽക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടും, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചിലർക്കൊരു സംശയം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കിട്ടിയോണ്ട് വീട്ടുകാരൊക്കെ ആയിട്ട് തെറ്റി പിരിഞ്ഞിട്ടാണോ ഇങ്ങനെ ചെറിയ വീട്ടിൽ താമസിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോന്നലുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെയുള്ള വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും എന്താ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആർക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആരും വീഡിയോയിൽ അധികം കാണിക്കാത്തത്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടപോലെ സപ്പോർട്ടൊക്കെ ചെയ്തു തരും. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പൊറാട്ടയും വെള്ളപ്പവും ഒക്കെ കഴിഞ്ഞിട്ടാവുന്നുണ്ടായിനിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോന്നിട്ടുണ്ടായിന് കേട്ടോ. വിരുന്നൊന്നും നിന്നിട്ടുണ്ടായില്ല. കാരണം പിറ്റേന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ട്. പിന്നെ സിനിമോന് വയ്യാകി കഴിഞ്ഞല്ലോ, പോകാതിരിക്കാനും വയ്യ. കാരണം എല്ലാവരും കൂടുമ്പോൾ ആ ഒരു വൈബ് ഒരു വേറെ രസം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മിസ്സാക്കാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു. സിനിമോന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് കേട്ടോ അന്ന്. പിന്നെ മനസ്സോടെ അങ്ങോട്ട് പോയി. എല്ലാവരും ഒന്ന് കൂടിയാടി അങ്ങനെ പോന്നു കേട്ടോ. എല്ലാരും കൂടി അങ്ങനെ ഒരു ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറങ്ങാതെ ഇരുന്ന് പറയാൻ മാത്രം ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഉള്ള സീൻ തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.